ഹായ്. നിങ്ങളിപ്പോ വരൂന്ന് എനിക്കറിയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ കാത്തു നിന്നേന്ന് നിങ്ങൾക്കറിയില്ല. എന്ത് വേണം നിനക്ക്? നിങ്ങളുടെ കണ്ണി നോക്കി സംസാരിക്കാൻ എനിക്ക് നാണാവുന്നു. എനിക്ക് സച്ചിനെ ഇഷ്ടമാ, ഷാറുഖ് ഖാനെ ഇഷ്ടമാ. ഏത് പെണ്ണിനും നിങ്ങളെ കണ്ട ഭ്രാന്ത് പിടിക്കും. പോകരുത്. ഈ അപ്പാർട്ട്മെന്റ് ഇത്രയും ഭംഗിയായിരിക്കാൻ കാരണം നിങ്ങളുള്ളത് കൊണ്ടാ. എനിക്ക് പ്രായം വളരെ കുറവാ. പക്ഷേ ഞാൻ നിങ്ങളെ കണ്ട ആ നിമിഷം മുതൽ എന്റെ മനസ്സ് നിങ്ങളിൽ അർപ്പിച്ചു. നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ, നിങ്ങളുടെ കണ്ണ്, ആ സ്മൈൽ, ഇങ്ങനെ പറഞ്ഞ തീരില്ല. എന്തോ എന്താ ഇത്? രാത്രി മുഴുവൻ പാട്ടും കുത്തും ആണല്ലോ. അതെ, നിങ്ങളോടാ ചോദിക്കുന്നേ, എന്ത് പറ്റി നിങ്ങൾക്ക്? ജാനു, 3ാമത്തെ ഫ്ലോറിൽ നിന്ന് ഒരു സാധനം ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വീണില്ലേ, അതുപോലെ 45 മാറി 25ലേക്ക് വീണിരിക്കുന്നു. നിങ്ങൾ ശരിയല്ല. അന്ന് മുതൽ നിങ്ങളുടെ പോക്ക് ശരിയല്ല. എന്ന് മുതല്? അന്ന് നിങ്ങൾ എന്തോ കണ്ട് പേടിച്ച് വന്നിരുന്നില്ലേ, അന്ന് മുതല്. എന്തിനിങ്ങനെ ഒച്ച വെക്കുന്നത്? കുഞ്ഞു ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നേ. എണീക്കുമെങ്കിൽ നീ അവന്റെ വായിലെന്തെങ്കിലും ഉരുട്ടി വെച്ചു കൊടുപ്പോ. വിജയ്, എന്തോ വീണ പോലെ. വിജയ്, എടാ വിജയ്, ഇവൻ എന്താ മോളിൽ ശബ്ദം കേട്ടല്ലോ. ഇതെന്താ ബ്ലൗസ് ഇട്ടുകൊണ്ട് കിടക്കുന്നത്? എന്താ ഇത്? എക്സിബിഷൻ കാണുന്ന പോലെ ഒന്ന് പോക്ക് മോനെ. സർ 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 പേടിക്കണ്ട സർ, അയാൾക്കൊന്നും പറ്റിയിട്ടില്ല. ഒന്നും പറ്റില്ല സർ. താഴെ വീഴുന്നതിന് തൊട്ട് മുമ്പ് മിഡ് എയറിൽ വെച്ച് എന്നെ ചീത്ത വിളിച്ചിട്ടല്ലേ ഇയാൾ താഴെ ലാൻഡ് ചെയ്യുന്നേ. ചേച്ചിയോട് പറഞ്ഞു? അവരോട് പറഞ്ഞിട്ട് എന്താ സർ കാര്യം? ഞാൻ ഇന്റർകോമിൽ ഫോൺ ചെയ്തപ്പോ അവരുടെ മോനാ ഫോൺ എടുത്തത്. നിന്റെ അച്ഛൻ താഴെ വീണ് ചാവാൻ കിടക്കാന്ന് അവനോട് പറഞ്ഞപ്പോ വരുമ്പോ ഒരു പാക്കറ്റ് ചിപ്സും കൂടി കൊണ്ടുവരാൻ പറഞ്ഞു. ഇയാൾക്ക് എന്ത് പറ്റിയാലും അവരാരും മൈൻഡ് ചെയ്യില്ല സർ. അല്ല, എങ്ങനെ വീണ്? പറഞ്ഞ വിശ്വസിക്കില്ല സർ. എന്നിട്ട് വല്ലതും പറ്റിയോ? വല്ലതും പറ്റിയോന്നോ? വീണത് കേബിൾ ടി വി, വയറ്, ടെലിഫോൺ കേബിള്, ഇതിലെല്ലാം പിടിച്ച് തൂങ്ങി സ്പൈഡർമാനെ പോലെ 4 കാലിലാണ് വീണത്. ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. പക്ഷെ വിജയ്, ഇതൊരു നല്ല സന്ദർഭമാണ്. ഒറ്റയടിക്ക് തീർക്കാനാ? അതല്ല, നാളെ രാവിലെ ഒരു ബൊക്കെ, അമ്പലത്തിലെ പ്രസാദം, ഇതൊക്കെയായിട്ട് ഞാൻ ആളെ കാണാൻ പോകുന്നു. ഞാനും പറയടാ. വേണ്ട വിജയ്, വേണ്ട. നീ വന്ന സംഗതി കൊളോ. എടാ, ഞാനൊരു അക്ഷരം മിണ്ടടാ. കഥകളിക്കാർ ചോദിക്കുന്ന പോലെ കണ്ണുകൊണ്ട് ഞാൻ സുഖമാണെന്ന് ചോദിക്കും. നാദസ്വരം കാണില്ല. അതെ, എന്നോട് വേണമെങ്കിൽ കളിച്ചോ, പക്ഷെ എന്റെ ജീവിതം വെച്ച് കളിക്കരുത്. ഓക്കെ? വിജയ്, നിങ്ങളോ? അകത്തേക്ക് വാ. കൺഗ്രാറ്റുലേഷൻസ്. സോറി സർ, അറിയാതെ പറഞ്ഞു പോയതാ.
രാവിലെ അമ്പലത്തിൽ പോയി സാറിന്റെ പേരിൽ ഒരു കാവടി എടുത്തിട്ട് അർച്ചന ചെയ്തിട്ട് വന്നതാ. ഞാനും സാറിന്റെ അസുഖം ഭേദാൻ വേണ്ടി പഴനി പോയി മുട്ടയടയ്ക്കാൻ തീരുമാനിച്ചിരിക്കുക. മുട്ട എനിക്കല്ലടാ, സാറിന്. സാറിന് മുട്ടയടയ്ക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. അതെ അതെ, ഇങ്ങനെ ചെയ്ത് കൂട്ടിയതിന് ഇങ്ങനെ തന്നെ വേണം. പുറത്ത് തല കാണിക്കാൻ വയ്യാതെയായി. ചേച്ചി അങ്ങനെയൊന്നും പറയാതെ, പാവല്ലേ. പിന്നെ ചത്ത പാറ്റയെ കണ്ട് ഇങ്ങനെ ആരെങ്കിലും പേടിക്കോ? അത് ചത്തില്ല. ഓ, ജീവനോടെ ഉണ്ടോ? അതിനെവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു? സർ, വലുതായിട്ടൊന്നും പറ്റിയില്ലല്ലോ, ചെറിയൊരു എക്സ്റേ. സോറി സർ, എനിക്കൊരു ചെറിയ സംശയം. എന്താ അത്? അതായത് നിങ്ങൾ ഈ പാർട്ടി അടിക്കുന്നതിന് മുമ്പ് താഴെ വീണോ അതോ അടിച്ചതിന് ശേഷം താഴെ വീണോ? ഈ ചോദ്യം ഇപ്പൊ ആവശ്യമാണോ? അല്ല സർ, ഈ ഫ്ലാറ്റുള്ളവർക്ക് മുഴുവൻ സംശയമാണ്. അല്ല, അത് വാച്ച്മാനാണ് പാറ്റയെ അടിച്ചതെന്ന് പറയുന്നത്. അത് നിങ്ങൾ ആ പാറ്റയെ കടിച്ചെന്നാ പറയുന്നത്. Please get out. സോറി വിജയ്, സോറി. സോറി. എടാ കാർത്തിക്, എന്നാലും ഇത് ചെയ്യരുതായിരുന്നു. ഞാനൊന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഇവനാ ആ പാർട്ടിയുടെ കാര്യം. ആരെ ഞാൻ? ഇതുകൊണ്ട് നിന്നോട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. എടാ, അയാളെ കണ്ട എങ്ങനെയാണാ ചിരിക്കാതിരിക്കുക? ഐ എം സോറി അർച്ചന. കഷ്ടം തന്നെടാ, എന്നാൽ ഇങ്ങനെ കളിയാക്കേണ്ട കാര്യമില്ലായിരുന്നു. അതെ, അത് തുറന്നു നോക്ക്. അതിനകത്തുനിന്ന് മ്യൂസിക് വന്നോണ്ടിരിക്കുക. താങ്ക് യു സർ, എക്സ്ക്യൂസ് മീ. താങ്ക് യു. അർച്ചന, ഞാനൊന്ന് ചോദിച്ച തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നിന്നെ സംബന്ധിച്ച് മ്യൂസിക് എന്നാൽ എന്താ? നിന്നെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക് എന്ന് വെച്ചാൽ എന്താ? എന്താ? ഓക്കെ, സോറി. നിങ്ങൾക്കെല്ലാവർക്കും മ്യൂസിക് എന്ന് പറഞ്ഞാൽ സന്തോഷം. എനിക്ക് മ്യൂസിക് മറ്റൊരു ഭാഷ. എനിക്ക് ഹിന്ദി അറിയില്ല, ചൈനീസ് അറിയില്ല, അതുപോലെ മ്യൂസിക്കും അറിയില്ല. എന്നാൽ എനിക്കറിയാവുന്ന ഒരു ഭാഷ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. മൗനം. മൗനമോ നിൻമുഖം, ആ മൗനമോ നിന്നഴക്, കൺകളിൽ മൊഴിയുമേ പൊന്നിൻ വാക്കുകൾ മാത്രമോ. മൗനമോ നിൻമുഖം, ആ മൗനമോ നിന്നഴക്, കൺകളിൽ മൊഴിയുമേ പൊന്നിൻ വാക്കുകൾ മാത്രമോ. പാട്ടിൻ ഈണം കേട്ടാൽ
ഇത് എന്റെ ഗിഫ്റ്റ്. കുടിയിരിക്കും